ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങാപ്പാലും മൈദയും കൂടി വെച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കൊച്ചുമക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിന് 2 കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതേ അളവിലാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. കൂടുതലങ്ങ് ടൈറ്റും ആവരുത്, കൂടുതൽ ലൂസും ആവരുത്. അപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തതിൽ ഞാൻ എന്താ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മിച്ചം വന്നേ. ബാക്കിയുള്ള എല്ലാം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ നമ്മൾ ഇട്ട് കുറേ നേരം ഇട്ട് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. കൂടുതലങ്ങ് മയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് 2-3 മിനിറ്റും കൂടി ഒന്ന് കുഴച്ച് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് 2 പാർട്ടായിട്ട് എടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് നീട്ടിയൊന്ന് എടുത്തതിന് ശേഷം പൂരിക്കൊക്കെ നമ്മൾ എടുക്കുന്നില്ലേ അതേ അളവിൽ നമുക്ക് മാവ് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ മാവ് മൊത്തം ഞാൻ പൂരിയുടെ വലുപ്പത്തിൽ ഒന്ന് ഉരുട്ടി ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് പരത്തിയെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മൈദാപ്പൊടി ഒന്ന് തൂറ്റി കൊടുക്കുന്നുണ്ടേ. ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിലാണ് ഇട്ട് ഒന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓരോന്നും പരത്തിയെടുക്കാം. ഒരു പൂരിയുടെ വലുപ്പത്തിലാണ് ആദ്യം നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാനേ. അപ്പോൾ ഇതാ കുറച്ച് മാവ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഇതേ വലുപ്പത്തിലാണ് ഞാൻ ഓരോന്നും പരത്തിയെടുത്തത്. കണ്ടില്ലേ? അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ അതാ മൊത്തം ഉരുളകൾ ഞാൻ ഒരു പൂരിയുടെ വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്കിത് ഇതിലേക്കൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് തന്നെ ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ. ഒരു 4 എണ്ണം വെച്ചൊക്കെ നിരത്തി കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു 3 എണ്ണം വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലൊന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏത് ഓയിലും ഒഴിച്ച് കൊടുക്കാം. ബട്ടർ ഒഴിച്ച് കൊടുക്കാം, നെയ്യ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഏത് ഓയിലും അത് ഇത്തിരി അധികം തന്നെ ഒന്ന് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ആദ്യത്തെ 3 പൊരിയിൽ ഞാനെന്താ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മാവ് തൂറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതൊന്ന് വെച്ചിട്ട് അതിൽ കൂടി തൂറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അട്ടിയായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 4 എണ്ണം വെച്ചാണ് ഞാൻ ആദ്യം ചെയ്തെടുക്കുന്നത്. അപ്പോൾ 4മത്തതും ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക. 4മത്തേൽ നമുക്ക് മാവിടേണ്ട ആവശ്യമില്ല. അങ്ങനെ എത്ര ഇട്ട് അട്ടിയിട്ട് നമ്മൾ എടുക്കുന്നുവോ അതിൻ്റെ അവസാനത്തെ പൊരിയിൽ നമ്മൾ ഓയിൽ മാത്രം പുരട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ള എല്ലാം ഞാൻ ചെയ്തെടുത്തേ. ഇനി നമുക്കിതൊന്ന് ഓരോന്നും പരത്തിയെടുക്കണം. ഒരു 4 എണ്ണം അട്ടി വെച്ചെടുത്തതും ഓരോന്നും പരത്തിയെടുക്കണം. അതിനുവേണ്ടി കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് അകവും പുറവും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചും തിരിച്ചും ഇട്ട് ഒരേ രീതിയിൽ ഒന്ന് ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കണവേ. അപ്പോൾ മറിച്ചും തിരിച്ചും ഇട്ട് പരത്തി കൊടുക്കുക. അല്ലെങ്കിൽ ഒരേ ഭാഗത്ത് തന്നെ ഇട്ട് നമ്മൾ പരത്തിയെടുത്താൽ അടിഭാഗത്തിൽ ഉള്ളത് ചിലപ്പം വലിപ്പം കുറഞ്ഞിരിക്കുവേ. അപ്പോൾ മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ചപ്പാത്തി ഇണക്ക് ഞാൻ പരത്തിയെടുത്തത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നോക്കിയേ, നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ അതാ മൊത്തം ഞാൻ പരത്തിയെടുത്തേ. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ദോശക്കല്ല് ഞാൻ അടുപ്പത്ത് വെച്ചു. ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്നാക്കി നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പരത്തി വെച്ച ചപ്പാത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് ഇടവിട്ട് മറിച്ചും തിരിച്ചും ഇതൊന്ന് ഇട്ട് കൊടുക്കണവേ. അപ്പോൾ ഏകദേശം ഒന്ന് വാടി കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഇളകി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ വലിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ മറിച്ചിട്ട് കൊടുത്തു.
ഇനി ഇതാ ഈ സൈഡൊക്കെ ഒന്ന് ഇളവി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് നമുക്കിതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ വലിച്ചെടുക്കാം കേട്ടോ. വലിച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് കീറിപ്പോയാൽ അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ എനിക്കിത് നല്ലതായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടി. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടിഭാഗത്തുള്ളത് ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് ഓരോന്നും ഇളക്കിയെടുക്കാവേ. സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ. നല്ല ചൂടൊക്കെ കാണും. എടുക്കുന്ന സമയത്ത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് എടുത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. നല്ല തിന്നാണ് കേട്ടോ സംഭവം. നമ്മൾ കയ്യിൽ വെച്ചാൽ നമ്മൾക്ക് കൈ തെളിഞ്ഞ് കാണും കേട്ടോ. അത്രയ്ക്ക് നല്ല നൈസാണ്, കണ്ടില്ലേ. അപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ ഞാൻ വാട്ടിയെടുത്തു. ഇനി നമുക്കൊരു സോസ് പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇനി നമുക്കൊരു സിറം തയ്യാറാക്കണം. അതിനുവേണ്ടി 1.5 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് കൊടുക്കാവേ. നെയ്യ് മാത്രവും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നെയ്യും വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസായി അരിഞ്ഞതാണ്, നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് നമുക്കിതുപോലൊന്ന് ഞെരടി ആ ലെയറൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു ലൈറ്റ് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പിടി കിസ്മിസും ഒരു പിടി അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കിസ്മിസൊക്കെ നന്നായിട്ട് വീർത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിയും നന്നായിട്ട് ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറായി കിട്ടുവേ. അപ്പോൾ നമുക്കിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചേർത്തിളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പിന്നെ എൻ്റെ കൂട്ടുകാരോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇതാ മൊത്തവും ഞാൻ കോരി മാറ്റിയേ. കുറച്ചൊക്കെ അതിൽ കിടന്നെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻ്റൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. വറുത്ത് കോരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് കോരുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടേ. അപ്പോൾ ബാക്കിയുള്ള നെയ്യിൽ നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ എള്ളാണ്, കറുത്ത എള്ളാണ് കേട്ടോ. കറുത്ത എള്ളിനും പകരം നിങ്ങൾക്ക് കരിഞ്ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അഥവാ കരിഞ്ജീരകവും എള്ളും ഇല്ലെങ്കിലും അത് ചേർക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ഒരു വലിയൊരു തേങ്ങയുടെ 3 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത നല്ല കട്ടി 1/4 പാലാണേ. അത് നമുക്കിത് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഈ തേങ്ങാപ്പാൽ തിളയ്ക്കാൻ പാടില്ല കേട്ടോ, തിളയ്ക്കാതെ നമ്മൾ നോക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ തീ കൂട്ടിയൊന്നും വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ തേങ്ങാപ്പാൽ ഒരുവിധം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 7 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കാം. 7 ഉള്ളത് നിങ്ങൾക്ക് 8 10 ഒക്കെ ആക്കാം കേട്ടോ. മുട്ട കൂടുന്തോറും നല്ല ഇത് ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ 7 കോഴിമുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം, നല്ല ഫ്ലേവറാണേ. അപ്പോൾ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മുട്ടയുടെ ഉണ്ണിയൊക്കെ പൊട്ടി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചൂടാവുമ്പോൾ നല്ലതായിട്ട് കുറുകി വരുമേ. അതുവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ബാറ്റർ ഒന്ന് കുറുകി വരാറായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഉള്ളിയുടെയും പിന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഇതിലേക്ക് 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കാം. കുറച്ച് ഭാഗം വെച്ചിരിക്കുക കേട്ടോ. അത് നമുക്ക് അവസാനം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനാണേ. അപ്പോൾ അതാ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ
മാവെടുത്ത അതേ കപ്പിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര മധുരമല്ല, ഒരു ആവറേജ് മധുരം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പഞ്ചസാരയുടെ അളവ്. അപ്പോൾ നന്നായിട്ട് ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഒരു 1-1.25 കപ്പോളം ഇട്ട് കൊടുത്താൽ നല്ല മധുരമായിരിക്കുമേ. അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി എടുക്കാം. അപ്പോൾ ഇതിൽ ഏതിലാണോ സെറ്റാക്കി എടുക്കുന്നത് ആ പാത്രം എടുക്കുക. അപ്പോൾ ഞാനിത് തലായി ഉരുളിയിലാണ് ഇത് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാട്ടി വെച്ചിരിക്കുന്ന ചപ്പാത്തിയിൽ നിന്നും ഓരോന്നും ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ആദ്യം പ്ലെയിനായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ സിറം ഇതിലേക്ക് ഒരു 1.5 സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ സിറം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 സ്പൂണോളം ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഉണ്ടാക്കിയ ചപ്പാത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും സിറം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോന്നും അട്ടിയായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ സിറവും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തീരുന്നത് വരെ ഇതുപോലെ ഒന്ന് തുടരുക. അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തി മൊത്തവും ഞാൻ എന്താ വെച്ച് കൊടുത്തു. ഇത് അവസാനത്തേതാണേ. അവസാനത്തേത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് വീണ്ടും ആ സിറം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് സൈഡൊക്കെ നന്നായിട്ട് ഇതൊന്ന് ഒതുക്കി കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് പാത്രം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഊർന്നിറങ്ങി ചെല്ലാനാണേ. അപ്പോൾ അത് ചരിച്ചതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തപ്പോൾ ആ സിറം എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ കിസ്മിസും അണ്ടിപ്പരിപ്പും ഉള്ളിയില്ലേ വറുത്തത്, അത് നമുക്കിതിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം കടായി ഞാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ഒരു പാത്രം തന്നെ അടിഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയത് ഉരുളി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 25-30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പലഹാരം നോക്കി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ സംഭവം. നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഇത്. അപ്പോൾ ഞാൻ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാലും മൈദയൊക്കെ വെച്ച് തയ്യാറാക്കിയ അടിപൊളിയായിട്ടുള്ളൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. ഉള്ളൊക്കെ നല്ല ലെയറായിട്ടാണ് ഇരിക്കുന്നത്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.